ഇന്ന് നമ്മൾ 5-ാം ഭാവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ലഗ്നം, 2-ാം ഭാവം, 3-ാം ഭാവം, 4-ാം ഭാവം കഴിഞ്ഞു. നമ്മളിന്ന് 5-ാം ഭാവം, ല അഥവാ ASC എന്നെഴുതിയിട്ടുള്ള അസെൻഡൻ അഥവാ ലഗ്നം എന്നെഴുതിയിരിക്കുന്ന ഭാവത്തിൽ നിന്നും 1, 2, 3, 4 5-ാമത്തെ കളം അല്ലേ? 5-ാമത്തെ കളം എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോഴേ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഞ്ചാം ഭാവം പ്രധാനമായിട്ടും ക്രിയേറ്റിവിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അത് ഗ്രോസ് ലെവലിലാണെങ്കിലും അതേപോലെ തന്നെ സറ്റിൽ ലെവലിലാണെങ്കിലും ഉള്ളിലേക്കാണെങ്കിലും ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ സന്താനഭാവം, നമ്മുടെ പരമ്പരകൾ മുന്നോട്ട് പോകുന്നത് സന്താനങ്ങളിലൂടെയാണ്. അപ്പം 5-ാം ഭാവം കൊണ്ടാണ് സന്താനത്തെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ ഭാഗത്തിൻ്റെ വേറൊരു ക്രിയേറ്റീവ് പോർഷനാണ് പ്രണയം. സ്വാതുസ്മിൻ പരമപ്രേമരൂപ എന്നാണ് നാരദ ഭക്തി സൂത്രത്തിൽ നാരദ ഭഗവാൻ ഭക്തിയെക്കുറിച്ച് പറയുന്നത്. പരമമായിട്ടുള്ള പ്രണയമാണ് ഭക്തി എന്ന്, ഡിവൈൻ ലവ് ആണ് എന്ന്. അപ്പം പ്രണയം വളരെ ദിവ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം പ്രണയത്തെ ചിന്തിക്കുന്നത് ഈ ഭാവം കൊണ്ടാണ്. ഒരാളുടെ ഭക്തിയെ ചിന്തിക്കുന്നത് ഈ ഭാവം കൊണ്ടാണ്. ഒരാളുടെ ക്രിയേറ്റിവിറ്റി ചിന്തിക്കുന്നത് ഈ ഭാവം കൊണ്ടാണ്. പ്രജ്ഞ ചിന്തിക്കുന്നത് ഈ ഭാവം കൊണ്ടാണ്. മേധാശക്തി ചിന്തിക്കുന്ന ഈ ഭാവം കൊണ്ടാണ്. വിവേകശക്തി ചിന്തിക്കുന്ന ഈ ഭാവം കൊണ്ടാണ്. ഒരാളുടെ ക്യാരക്ടർ ട്രേറ്റ്സ്, അയാളുടെ പ്രവണതകൾ, 5-ാം ഭാവത്തിൻ്റെ ബലം ഒക്കെയാണ് അയാളുടെ ക്യാരക്ടർ സ്വഭാവത്തിൻ്റെ പ്രവണതകളെ സൂചിപ്പിക്കുന്നത്. സന്തോഷങ്ങൾ, കിട്ടുന്ന കാര്യങ്ങൾ, കലാവിരുതുകൾ, വിനോദങ്ങൾ, റെസ്റ്റ് എടുക്കാനുള്ള ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ സമാധാനമായിട്ട് ഇരിക്കാനുള്ള ആഗ്രഹങ്ങൾ, മറ്റുള്ളവരെ രസിപ്പിക്കാനുള്ള കഴിവ്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള കഴിവ്, പ്രണയം, ഉപാസന, പൂർവജന്മ സുകൃതം, മുൻജന്മങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സുകൃതം. 5, 9 ഭാവമാണ് പൂർവജന്മത്തെ സൂചിപ്പിക്കുന്നത്. പിന്നെ ചാർട്ട് നമ്പർ 60, D60, ഷഷ്ട്യാംശം എന്ന് പറയും. അതൊക്കെ നമുക്ക് പിന്നീട് ഫ്യൂച്ചറിൽ പഠിക്കാം. അപ്പം പൂർവജന്മ സുകൃതം, കർമ്മങ്ങളിൽ സഞ്ചിത കർമ്മം, ധാരണാശക്തി, നമ്മുടെ വകതിരിവുകൾ, വിഷയങ്ങളെ മനസ്സിലാക്കുന്നത്, കോമൺ സെൻസ്, പുരാതനം, പുണ്യം, അന്തസ്സ്, നമ്മുടെ സൽപ്പേരുകൾ, നമ്മൾ ബോധപൂർവം ശ്രമിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളിലെ നന്മ. ഒരാളുടെ ക്യാരക്ടർ 5-ാം ഭാവമാണ്. ബിഹേവിയറിൽ നിന്നും ക്യാരക്ടറിലേക്ക് എത്തുമ്പോഴത്തേക്ക് 3-ൽ നിന്നും 5-ലേക്ക് എത്തും. അയാളുടെ വാസനയാണ്, അയാളുടെ ഉള്ളിലുള്ള സ്വഭാവമാണത്. പ്രണയത്തിൽ, അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയിൽ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളോടുള്ള ക്രെഡിബിലിറ്റിയും ലോയലിറ്റിയും ഒക്കെ ചിന്തിക്കുന്നത് ഈ ഭാവം കൊണ്ടാണ്. മന്ത്രതന്ത്രങ്ങൾ, ഉപാസന, മെഡിറ്റേഷൻ ഒക്കെ ഈ ഭാവമാണ് ചിന്തിക്കുന്നത്. ഇതിൻ്റെ ബലമാണ് ഇതൊക്കെ ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. മേധാശക്തി, ഇവരുടെ മെമ്മറി പവർ, ഇന്റലക്ച്വൽ കപ്പാസിറ്റി ആൻഡ് ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ വയർ, ഉദരഭാഗം, ലിവർ, അതുപോലെ തന്നെ പാൻക്രിയാസ്. ഈ ഡിവൈനായിട്ടുള്ള പ്രണയം ഉണ്ടല്ലോ, 5-ാം ഭാവം എന്ന് പറയുന്നത് ഡിവൈനായിട്ടുള്ള പ്രണയമാണ്. 5ഉം 11ഉം തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് ഒരു ഡിവൈനാണ്. അത് ശരിക്കും വിവാഹവുമായിട്ട് കൂട്ടിത്തിരിക്കരുത്. കാരണം വിവാഹം, ലൈംഗികത, അല്ലെങ്കിൽ ഡിസയർ, ഇൻഫാറ്റുവേഷൻ, ഇതൊക്കെ ശുക്രനാണ്. സിറ്റുവേഷൻഷിപ്പ്, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ സെക്ഷൽ റിലേഷൻഷിപ്സ്, ഇതൊക്കെ എന്ന് പറയുന്നത് ശുക്രനാണ്. അത് വേറെയാണ് ചിന്തിക്കുന്നത്. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡിവൈൻ ലവ് ആണ്. അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊരു ഭക്തിയാണ്. അതൊരു ഭക്തിയുടെ വേറൊരു തലമാണ്. ബിയോണ്ട് 3D വേൾഡാണ്. ലോജിക്കിന് മുകളിൽ, ശരീരത്തിനപ്പുറമായിട്ട് ഒരു വ്യക്തിയെ, അല്ല ഒരു വ്യക്തിയാൽ
നമ്മൾ സ്നേഹിക്കപ്പെടുകയോ അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയെ മനസ്സിന് നോക്കി സ്നേഹിക്കുന്ന, ശരീരത്തിനപ്പുറമായിട്ട് സ്നേഹിക്കുന്നതൊക്കെ അഞ്ചാം ഭാവത്തിൻ്റെ ബലം മനസ്സിൻ്റെ നന്മയെ ബേസ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ ഭാവത്തിലും അതിൻ്റെ പോസിറ്റീവ് വശം മാത്രമല്ല, അതിൻ്റെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റും കൂടി നമ്മൾ ചിന്തിച്ച് വേണം. ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതും മോശമായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയും വരും. സന്താനങ്ങളെ ചിന്തിക്കുന്ന ഭാവം എന്ന് പറയുമ്പോൾ സന്താനം ഉണ്ടാവുന്നതും സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണവും സന്താനങ്ങളെ കൊണ്ടുള്ള ദുഃഖവും പറയണം. പ്രണയത്തെ ചിന്തിക്കുമ്പം അൺകണ്ടീഷണായിട്ടുള്ള ലവിനെയും പറയണം, സ്നേഹം നടിച്ച് പറ്റിക്കുന്നതും പറയണം. ദൈവീക ചിന്ത, 3D വേൾഡിന് മുകളിൽ ചിന്തിക്കാനുള്ള കഴിവ്, യൂണിവേഴ്സിൻ്റെ ചിന്തകളെ മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള കഴിവ്, പൊതുവിൽ ആത്മീയം, മനസ്സ്, പ്രണയം, സന്താനം ഇത്യാദികളാണ് ഈ ഭാവം കൊണ്ട് ചിന്തിക്കുന്നത്. ഈ ഭാവത്തിൻ്റെ കാരകൻ വ്യാഴം ആണ്. ഈ ഭാവത്തിൻ്റെ കാരകൻ വ്യാഴം ആണ്. അതുകൊണ്ട് തന്നെ പൊതുവിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ചിന്തിക്കണം. അപ്പോൾ വ്യാഴത്തിൻ്റെ ബലം നോക്കണം. ഈ ഭാവത്തിനും തൽപ്പതിക്കും കാരകാഖ്യ ഗ്രഹത്തിനും, അതായത് ആദ്യം ഭാവം അവിടെ നിൽക്കുന്നവർ, പിന്നെ തൽപ്പതി ആ ഭാവത്തിൻ്റെ അധിപൻ, പിന്നെ കാരകാഖ്യ ഗ്രഹം. കാരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഈ ഭാവത്തിന് വ്യാഴമാണ് കാരകൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാവാധിപൻ പോയി അംശിച്ചിരിക്കുന്ന രാശിയുടെ അധിപൻ നവാംശം നോക്കണം. പിന്നെ ആരെയാണ് നോക്കുന്നത്? അഞ്ചാം ഭാവാധിപൻ പോയി നിൽക്കുന്ന രാശി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് സ്ഫുടം എവിടെ വീണേക്കുന്നതെന്ന് നോക്കണം. അത് ആരുടെ നക്ഷത്രത്തിലാണ് നിൽക്കുന്നതെന്ന് നോക്കണം. ആ നക്ഷത്രാധിപൻ്റെ ബലം നോക്കണം. ഇത്രയും നോക്കി മറ്റ് ഭാവങ്ങളെയും കൂടെ കൂട്ടിക്കടുപ്പിച്ച് ദശയെയും കൂടെ ഘടിപ്പിച്ചിട്ട് വേണം ഗോചരം, അതായത് ട്രാൻസിറ്റുകളെയും കൂടെ നോക്കിയിട്ട് ഇതിൻ്റെ എല്ലാം കൂടെ ആകെത്തുകയായിട്ടാണ്, ഒരു കാര്യം മാത്രമല്ല, ഇതിൻ്റെ എല്ലാം ആകെത്തുകയായിട്ടാണ് നമ്മളൊരു വ്യക്തിയുടെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അഞ്ചാം ഭാവം പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നോക്കാൻ. അപ്പം ഭാവചിന്തയിൽ അഞ്ചാം ഭാവം പഠിച്ചു, കാരഗ്രഹം ആരാണെന്ന് വ്യാഴമാണെന്ന് മനസ്സിലായി. പ്രധാനമായിട്ട് സന്താനങ്ങളെ ചിന്തിക്കുന്ന ഭാവമാണ്, ആത്മീയ ഭാവമാണ്, ഉപാസനാഭാവമാണ്, പ്രണയഭാവമാണ്, ക്രിയേറ്റിവിറ്റിയുടെ ഭാവമാണ്, പ്രജ്ഞയുടെ ഭാവമാണ്, മേധാശക്തിയുടെ ഭാവമാണ്. ലിവറും പാൻക്രിയാസും ഉദരഭാഗവും ഒക്കെ ചിന്തിക്കുന്നത് ഈ ഭാവം കൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചു. നമുക്കിനി അടുത്തത് ഇതിനൊക്കെ പണി കിട്ടുന്ന ബ്രേക്കപ്പ്. അഞ്ചാം ഭാവം പ്രണയഭാവമാണെങ്കിൽ തൊട്ടടുത്ത ഭാവവുമായിട്ട് ബന്ധപ്പെട്ടാൽ, ആറാം ഭാവമായിട്ട് ബന്ധപ്പെട്ടാലാണ് അതിഭീകരമായിട്ടുള്ള ബ്രേക്കപ്പുകൾ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അഞ്ചാം ഭാവം തൊട്ടടുത്ത ഭാവമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് സന്താനങ്ങളിൽ നിന്നുള്ള ദുഃഖങ്ങളൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.